ഹായ് സുഹൃത്തുക്കളെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കാച്ചിൽ പുഴുങ്ങിയതാണ്. വളരെ വിരളമായിട്ട് കിട്ടുന്ന കാച്ചില്. നമ്മുടെ നാട്ടിലൊക്കെ കാച്ചിൽ കൂട്ടിയിട്ടുണ്ട്, പക്ഷെ UK-ല് കാച്ചിൽ പുഴുങ്ങി കൂട്ടുന്നത് കഴിക്കുന്നത് വളരെ വിരളമായിട്ടാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ചെറിയ കാച്ചിലാണ്, ചെറിയ വലിപ്പമുള്ള കാച്ചിലാണ്. നമുക്കതൊന്ന് തൊണ്ടൊക്കെ ചെത്തി പുഴുങ്ങി ഒരു ചമ്മന്തിയൊക്കെ ആയിട്ട് കാച്ചിൽ പുഴുങ്ങിയത് ചമ്മന്തിയായിട്ട് കഴിക്കാം. ഓക്കെ, ഹായ് ഗൈസ്, നമ്മള് കാച്ചില് തൊണ്ട് കളഞ്ഞു. കണ്ടില്ല, നല്ല പർപ്പിൾ കളറിലിരിക്കുന്നു. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പർപ്പിൾ യാം. പർപ്പിൾ യാം ഇത് നമ്മുടെ കാർന്നോമാരൊക്കെ പണ്ട് ഒത്തിരി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യവും ദീർഘായുസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ ഇത് ഉപയോഗിക്കാറില്ല. പക്ഷെ ഇതില് ഒത്തിരി ആന്റി ഓക്സിഡൻസും ഫൈബർ കണ്ടന്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ നല്ലതാണ്. വെയിറ്റ് മാനേജ്മെന്റിന് വളരെ നല്ല ഒരു ആഹാരമാണ് ഈ പർപ്പിൾ യാം. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. നമ്മള് കാച്ചിൽ കുക്കറിൽ നന്നായിട്ട് കഴുകി വരിയിട്ടു. കാച്ചിലിന് നികക്ക വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുക്കർ അടച്ച് ഒരു 2 വിസിൽ കേൾക്കുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, കാച്ചിൽ പുഴുങ്ങാൻ വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് കാച്ചിലിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നോക്കാം. നമുക്ക് ആദ്യം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് കുറച്ച് കുഞ്ഞുള്ളിയാണ്. ചെറിയ ഉള്ളി, ഷാലോട്ട് എന്ന് പറയും. അത് നന്നായിട്ട് തൊണ്ട് കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വറ്റൽമുളക്, ഒരു നെല്ലിക്ക വലിപ്പത്തില് വാളൻപുളി. പിന്നെ നമുക്ക് ആവശ്യം വേണ്ടത് നല്ല കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൽ ചമ്മന്തി അരയ്ക്കുന്നതാണ് വളരെ രുചികരം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ശകലം കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഇവിടെ കോക്കനട്ട് ഓയിൽ വേഗം കട്ട പിടിക്കുന്നതുകൊണ്ട് ചെറുതാക്കി ചൂടാക്കിയതിന് ശേഷമാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ അത് കട്ടയായിട്ടിരിക്കും കേട്ടോ. ഇപ്പൊ തന്നെ ടെമ്പറേച്ചർ -2 ആണ്. നമ്മൾ ഇതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചുവന്നുള്ളി ഒന്ന് പതുക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. ഒന്ന് ചെറിയൊരു ചുവന്ന നിറമാവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് ഒന്ന് ചുവന്ന് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി വറ്റൽമുളക് അതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് ചെറുതായിട്ട്, ഒത്തിരി ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കാവുള്ളൂ, അല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി അതിന് വേറെ ഒരു ടേസ്റ്റ് ആയി പോകും കേട്ടോ. അത്രയും മതിയാവും. ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് പാർത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള പുളി, വളംപുളി, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിലേക്ക് പകർത്താണ്. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന കാച്ചിൽ പുഴുങ്ങിയത് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം സ്റ്റീം പൊങ്ങി വരുന്നത്. അപ്പൊ 2 തവണ വിസിലടിച്ചതിന് ശേഷം ഓഫ് ചെയ്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ബേബിച്ചേട്ടനോട് തന്നെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കാച്ചിൽ പുഴുങ്ങിയെന്ന്. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയും. അപ്പൊ നമ്മുടെ നാടൻ ചമ്മന്തിയും കാച്ചിലും പഴയകാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വള്ളിക്കാച്ചില്, അത് നാട്ടിലെ പഴയ പുരാതന രീതിയിൽ നിന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല രീതിയിൽ തന്നെ ഇപ്പോ അത് ഉപയോഗിച്ച് വരുമ്പോ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. പൂർവ്വപിതാക്കന്മാരെല്ലാം ആലോചിച്ച് ഇരുന്നു കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ, ആരോഗ്യത്തിന് ഏറ്റവും ഗുണം നൽകുന്ന, വയറിന് ഗുണം നൽകുന്ന, പോഷകാംശമുള്ള കാച്ചില് രുചികരമായ ഈ സ്വാദ് എപ്പോഴും നിലനിൽക്കും. ഇത് തന്ന എന്റെ ഭാര്യയ്ക്കും സന്തോഷം. ഞാൻ എന്താ കൊടുക്കുക, എന്ത് കാണിച്ചു കൊടുക്കുക. ഓ, വെരി ടേസ്റ്റി. ഇത് UK വെച്ച് തിന്നാൻ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല സ്വപ്നത്തിൽ കൂടി. എന്നിരുന്നാലും വളരെ ടേസ്റ്റിയാണ്.
നല്ലോണം വെന്തിട്ടുണ്ട്. നല്ല നാടൻ ചമ്മന്തിയും. നമ്മുടെ നാട്ടിലൊക്കെ ജോലിക്ക് കഴിഞ്ഞ് വരുമ്പോ അമ്മയപ്പനും ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന നല്ലൊരു ചമ്മന്തി, നല്ല കാച്ചിൽ പുഴുങ്ങിയത്. ബെസ്റ്റ് ഹെൽത്ത്. എന്റെ അഭിപ്രായത്തിൽ വളരെ സ്വാദിഷ്ടമാണ് ഈ കാച്ചിൽ പുഴുങ്ങിയത്. ഞാൻ പിന്നെ കഴിച്ചോളാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ വരെ കാത്തിരിക്കാം. ബൈ. ബെസ്റ്റ് ഫുഡ്.